റോഷി, അസാധാരണമായ സാഹചര്യമായിരുന്നു ഇന്ന് സഭയിൽ. എന്താണ് സഭയിൽ നമ്മൾ കണ്ടത്? ഒടുവിൽ എന്താണ് സഭയിൽ സംഭവിച്ചത്? പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ മുഖ്യമന്ത്രി എങ്ങനെയാണ് നേരിട്ടത്? റോഷി. അരുൺകുമാർ, കഴിഞ്ഞ 2 ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിന് സമാനമായി തന്നെ ഇന്ന് ബാനറും ബോർഡുകളും പ്ലക്കാർഡുകളും ഒക്കെ ഉപയോഗിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കി. തൊട്ടുപിന്നാലെ നടുത്തളത്തിൽ പ്രതിഷേധം തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായി വാച്ച് ആൻഡ് വാർഡർമാർ ഈ സ്പീക്കറുടെ ഡയസിന് മുന്നിലായി അണിനിരന്നിരുന്നു. അതുകൊണ്ട് ഈ ബാനർ കൃത്യമായി ഉയർത്തി സ്പീക്കറുടെ മുഖം മറയ്ക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. അങ്ങനെയാണ് ഡയസിലേക്ക് തള്ളിക്കയറാൻ ഇടയ്ക്ക് പ്രതിപക്ഷങ്ങൾ ശ്രമിച്ചത്. അത് ഭരണപക്ഷ ഭാഗത്തു നിന്നാണ് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയത്. ആ ഘട്ടത്തിൽ ഏറെ നേരം വാച്ച് ആൻഡ് വാർഡർമാരുമായി തള്ളുണ്ടായി, ഉന്തും തള്ളുണ്ടായി. ഒരു ഘട്ടത്തിൽ ഭരണപക്ഷ മന്ത്രിമാർ തന്നെ മുഹമ്മദ് റിയാസും സജി ചെറിയാൻ അടക്കമുള്ളവർ നടുത്തളത്തിലേക്ക് പാഞ്ഞെടുത്തു. അവിടെ പ്രതിപക്ഷ അംഗങ്ങളുമായി നേർക്കുനേർ വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യം. ഇടയിൽ വാച്ച് ആൻഡ് വാർഡർമാർ അണിനിരന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റമായിരുന്നു. സംഘർഷാവസ്ഥയായിരുന്നു നിയമസഭയ്ക്കകത്ത്. ഏതാണ്ട് ഒരു വലിയൊരു തർക്കത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോഴാണ് ചോദ്യോത്തരവേള റദ്ദാക്കി സ്പീക്കർ തൽക്കാലത്തേക്ക് സഭ നിർത്തിവെച്ചത്. ആ സഭ നിർത്തിവെച്ച സമയത്ത് പോലും പരസ്പരം വാക്പോരുണ്ടായിരുന്നു സഭയ്ക്കകത്ത്. പ്രതിപക്ഷത്തെ ഭരണപക്ഷ അംഗങ്ങൾ പരിഹസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു നാടകീയമായ രംഗങ്ങൾ ഒരു 20 മിനിറ്റോളം സഭയ്ക്കകത്തുണ്ടായി എന്നതാണ്. അതിനിടയിലാണ് വനിതാ വാച്ച് ആൻഡ് വാർഡർമാരെ ആക്രമിച്ചു എന്ന ആരോപണം ഭരണപക്ഷ അംഗങ്ങൾ ഉയർത്തുന്നത്. റോജി എം ജോണിനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിച്ചു. അതിനുശേഷം സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയതിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കഴിഞ്ഞ 3 ദിവസമായി പ്രതിപക്ഷ പ്രതിഷേധം നടക്കുമ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്വർണ്ണപ്പാളി വിവാദങ്ങളിൽ നിയമസഭയിൽ മറുപടി നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. കൃത്യമായ നിലപാടുണ്ട് സർക്കാരിന്. അതിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം, അതും ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സർക്കാരിന് തുറന്ന സമീപനമാണ്. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. എന്നിട്ടും പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വനിതാ വാച്ച് ആൻഡ് വാർഡർമാരെയും ആക്രമിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് താൻ നേരിട്ട് കണ്ടു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടക്കുന്നു.